വയനാട് പുൽപ്പള്ളി, അമരക്കുനി, തൂപ്ര, ദേവർഗദ്ദ പ്രദേശങ്ങളെ ഭീതിയിലാഴ്ത്തിയ കടുവ കൂട്ടിലായി. ഇന്നലെ രാത്രി 11:30യോടെയാണ് തൂപ്ര ഭാഗത്ത് സ്ഥാപിച്ച കൂട്ടിൽ കടുവ കുടുങ്ങിയത്. കടുവയെ പൂപ്പാടിയിലെ മൃഗപരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റി. കഴിഞ്ഞ 10 ദിവസത്തിലേറെയായി പുൽപ്പള്ളി പഞ്ചായത്തിലെ ഭീതിയിലാഴ്ത്തിയ കടുവ അവസാനം വനപാലകരുടെ കെണിയിൽ കുരുങ്ങി. നാട്ടുകാരുടെ ഭീതിക്കും ആശങ്കയ്ക്കും ഇതോടെ വിരാമമായി. വനംവകുപ്പിന്റെ മുഴുവൻ സന്നാഹവും ചേർന്ന ദൗത്യമാണ് നടന്നത്. ചെതലത്തറ റേഞ്ചിന്റെ ഇരുളം, പുൽപ്പള്ളി, വണ്ടിക്കടവ് ഫോറസ്റ്റ് സ്റ്റേഷനുകളിലെ 130 ഉദ്യോഗസ്ഥർ ദൗത്യസേനയിൽ പങ്കാളികളായി. വയനാട് സൗത്ത് DFO അജിത് കെ രാമൻ, വെറ്റിനറി സർജൻ അരുൺ സക്കറിയ തുടങ്ങിയവരും ദൗത്യസേനയ്ക്ക് നേതൃത്വം നൽകി. 11:35 തൂപ്ര ഭാഗത്ത് സ്ഥാപിച്ച കൂട്ടിൽ ഈ കടുവ അകപ്പെട്ടത്. നമ്മൾ നിരന്തരമായിട്ട് കഴിഞ്ഞ 7-ാം തീയതി മുതൽ ശ്രമങ്ങൾ നടത്തുകയായിരുന്നു. 5 കൂട് നിലവിൽ സ്ഥാപിച്ചതിൽ തൂപ്ര ഭാഗത്ത് സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത്. തീർച്ചയായിട്ടും നമ്മൾ ഇത്രയും ദിവസം വനം വകുപ്പിൻ്റെ സർവ്വസന്നാഹങ്ങളും ഈ ഒരു യജ്ഞത്തിൽ പങ്കെടുക്കുകയുണ്ടായി. ഒരു ടീം വർക്കിൻ്റെ ഒരു വിജയം തന്നെയായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. ഫീമെയിലായിട്ടാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയത്. കൂടുതൽ പരിക്കിൻ്റെ വിവരങ്ങൾ പരിശോധനകൾക്ക് ശേഷമേ നമുക്ക് മനസ്സിലാവുള്ളൂ. രാത്രി 11:45 ദേവർഗദ്ദയിൽ സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുരുങ്ങിയത്. അമരക്കുനി, ദേവർഗദ്ദ, തുപ്ര, ഊട്ടിക്കവല പ്രദേശങ്ങളിലെ 5 ആടുകളെയാണ് കടുവ കൊന്നത്. അവസാനമായി വനംവകുപ്പ് ആട്ടിൻകൂടിന്റെ മാതൃകയിൽ സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുരുങ്ങിയത്. ആരോഗ്യ പരിശോധനയ്ക്ക് ശേഷം കടുവയെ ഇന്ന് കുപ്പാടിയിലേക്ക് മാറ്റും. PV ജോഷ്ല, കൈരളി ന്യൂസ്, വയനാട്.